ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഓരോ പേരുണ്ട്. ആ പേരിലാണ് നാം ഇപ്പോൾ അറിയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ആരും പിന്നെ നമ്മെ പേർ വിളിക്കാറില്ല. ആ ജഡം അല്ലെങ്കിൽ ആ ബോഡി എന്നെല്ലാമാ പറയാറ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ മാറ്റപ്പെട്ടതുകൊണ്ട്. എന്നാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിന് ആവശ്യമായ ആഹാരവും നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മാവിന്റെ ഉടയവനായ ദൈവവുമായി കണക്ട് ആയി നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കണക്ട് ആയി നിൽക്കുമ്പോൾ മാത്രമേ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിലുള്ളത് നമ്മെ അറിയിക്കുന്ന ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. എങ്ങനെ ദൈവാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും? എങ്ങനെ ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും? അതിന് നാം തുടങ്ങേണ്ടത് ദൈവം നമുക്ക് നൽകിയ ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവവചനത്തിന് എതിരെ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. നാം നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ സ്നേഹിതരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ നമുക്കറിയാം ഇന്ന ആളുടെ ശബ്ദമാണ് എന്ന്. അതിന് പ്രധാന കാരണം നാം ആ വ്യക്തികളുടെ ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും. ദൈവം എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ, മനസ്സിലാകത്തക്ക വിധത്തിലാണ് മാനവജാതിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്കിലും പലരും തങ്ങളുടെ മനസ്സിനെ കഠിനമാക്കി ദൈവശബ്ദത്തെ നിരാകരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവശബ്ദത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നത് മാത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യേശു എന്ന് നാം പഠിക്കുന്നതിലുപരി ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ഇന്നും ആ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഈ ദൈവാത്മാവ് നമുക്ക് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുമ്പോൾ ഒരു ചരിത്ര പുരുഷൻ എന്നതിലുപരി എന്റെ പിതാവും എന്റെ കർത്താവും എന്റെ ദൈവവുമാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് മനസ്സിലാകുകയും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനും കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ അവസാനത്തോളം നാം എടുത്തു പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ കാണുവാൻ കഴിയും. പാഴും ശൂന്യവും ഇരുളുമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും ദൈവിക പദ്ധതികൾക്കായി മനുഷ്യവാസമാകത്തക്ക വിധത്തിൽ ഭൂമിയെ മാറ്റുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. ശത്രുവായവൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ദൈവം നമ്മോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം അത് ജീവിപ്പിക്കുന്നതാ, അത് ജീവൻ നൽകുന്നതാ. ഇന്ന് നമ്മുടെ ജീവിതയാത്രകളിൽ ഈ ജീവിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന ദൈവശബ്ദം നാം കേൾക്കാറുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുക എന്നത് ഒരു ഓപ്ഷണൽ കാര്യമല്ല, നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് ദൈവിക കൽപ്പനയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അതിനെ യേശു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ ദൈവത്തിലെ, നാം ദൈവാത്മാവിനാൽ ജനിക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഊന്നിപ്പറയുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ, ഇന്നും ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ നിറവേറുക തന്നെ ചെയ്യും. വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു തന്നെ പറയുന്ന ഒരു ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും: എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്ന ഭാഗം കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ നാം സക്സസ് കാണേണ്ടതിന്, വിജയം കാണേണ്ടതിന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനു വേണ്ടി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. പ്രിയ ദൈവത്തിലെ, യേശു നമ്മോട് പറഞ്ഞ വാക്കുകൾ ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ തനിച്ചല്ല, ഞാനുണ്ട് നിന്നോട് കൂടെ എന്ന് പറയുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. എല്ലാവരും അസാധ്യമെന്ന് പറയുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ശബ്ദത്തിനു വേണ്ടി നാം കാതോർക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്ന ആ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. മാത്രമല്ല, ഈ ദൈവം നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യും. നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ സ്വന്തം എന്ന് പറയുന്നവരെല്ലാവരും നമ്മുടെ മരണത്തോട് നമ്മെ വിട്ടകലുമ്പോൾ നിത്യതയിലും യേശുവിനോട് ചേർന്നൊരു വാസത്തിനായി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അവഗണിക്കരുത്. ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചിരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത്
സ്വർഗസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകണം നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടത് എന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നുവരുന്ന വിഷയങ്ങളുടെ നടുവിൽ നാം തനിച്ചാകുകയില്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. അതേ പ്രിയ ദൈവത്തിലെ ഒരിക്കലും തനിച്ചാക്കാത്ത ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ശത്രുവായവൻ നശിപ്പിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ജീവിപ്പിക്കാനും ജീവൻ നൽകാനും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാനും ആഗ്രഹിക്കുന്നു എന്ന് മറന്നുപോകില്ല. നിങ്ങൾ യഥാർത്ഥമായി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവാത്മാവിനാൽ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. ദൈവം തീർച്ചയായും വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും. നിങ്ങളൊരു അനുഗ്രഹമാകും, നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാകും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ നമ്മുടെ ഹൃദയത്തിലെ ദാഹത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. യഥാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ഈ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങണം. ദൈവമേ, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പ് തരാം. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും. അതെ, ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകും. നിങ്ങൾ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരായി തീരും. അതറിയും ആഗ്രഹിക്കുന്നത്, കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു വരാം. യഥാർത്ഥമായുള്ള നിങ്ങളുടെ ആഗ്രഹം ദൈവം കാണട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരികയാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുന്നവരായി മാത്രമല്ല, യേശുവിനെ ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ അങ്ങിടയാക്കുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം. ദൈവമേ, ഇവരുടെ ആഗ്രഹത്തെ അങ്ങ് കാണുന്നല്ലോ. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുകയാണ്. മാത്രമല്ല, തീർച്ചയായും നിത്യതയിൽ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ വസിക്കും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.